ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ബുക്കൊക്കെ പൂജിക്കാൻ വെച്ച ശേഷം ഞാനും ആദ്യേട്ടനും വെറുതെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവില്ലേ, കോളേജിൽ പഠിപ്പിക്കാൻ പോകുന്ന ഇവളെന്തിനാ ബുക്ക് പൂജിക്കാൻ വെക്കുന്നതെന്ന്? കാര്യമുണ്ടല്ലോ. കുട്ടികളെ പഠിപ്പിക്കുകയാണെങ്കിലും ആദ്യം ഞാനൊന്ന് വായിച്ച് പഠിച്ചതിന് ശേഷമല്ലേ അവരെ എനിക്ക് പഠിപ്പിക്കാൻ കഴിയുള്ളൂ. സോ അത് എൻ്റെ പഠിക്കുന്ന പുസ്തകം തന്നെയാണ്. എന്ത് ഉത്സവങ്ങളാണെങ്കിലും നമ്മുടെ കോഴിക്കോട്ടുകാർ അത് ആഘോഷിക്കും. ഇങ്ങനെയുള്ള ദിവസങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ടൗണിൽ പോകാനും പുതിയ പുതിയ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനും. ഇത്തവണ ആദ്യം ചോദിച്ചത് വെറൈറ്റീസ് ഓഫ് ഇഡ്ഡലി കിട്ടുന്ന ഒരു ഷോപ്പിൽ പോയാലോ എന്ന്. പിന്നെ ഒന്നും നോക്കിയില്ല, അങ്ങോട്ടേക്ക് പോയി. നമ്മുടെ മാരിയമ്മൻ കോവിലിൻ്റെ അടുത്താണ് കേട്ടോ ഈ ഷോപ്പ്. ഇത്തവണത്തെ ഡെക്കറേഷനൊക്കെ മറ്റു കൊല്ലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു. എല്ലാ കൊല്ലവും ഓരോരോ വെറൈറ്റീസ് ഓഫ് ഡെക്കറേഷൻസ് ആണ് നമ്മുടെ കോഴിക്കോട് ടൗണിൽ നമുക്ക് കാണാൻ സാധിക്കുക. അങ്ങനെ ആദ്യേട്ടൻ പറഞ്ഞ സ്ഥലം എത്തി. സത്യം പറയാലോ, ചെല്ലുന്നത് വരെ എനിക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല ഇതേതാണ് ഈ ഷോപ്പ് എന്നുള്ളത്. അതിൻ്റെ മുന്നിലെത്തിയപ്പോൾ ഇതെവിടെയോ കണ്ടുപരിചയമുള്ള പോലെ. എവിടെയാണെന്ന് ഓർത്തെടുക്കാൻ ശ്രമിച്ചപ്പോൾ ഉച്ചയ്ക്ക് ഞാൻ റീലിൽ കണ്ട അതേ ഷോപ്പ്. സുട സുട ഇഡ്ഡലി. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഓർഡർ ചെയ്യാൻ പോയപ്പോൾ മിനിമം 40 മിനിറ്റെങ്കിലും എടുക്കുമെന്നായിരുന്നു അവർ പറഞ്ഞത്. കുറച്ചൊന്നും അടിച്ചെങ്കിലും പിന്നെ ഒന്നും നോക്കിയില്ല, പനീർ ഇഡ്ഡലി അങ്ങോട്ട് ഓർഡർ ചെയ്തു. ഉച്ചയ്ക്ക് റീല് കണ്ടിരുന്നെങ്കിലും ഇത് ആരുടെ ഷോപ്പാണ് എന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ആ സത്യം. ആ ഓറഞ്ച് ബനിയനിട്ട ആൾ ഒരു സിനിമാ നടനാണെന്ന് എല്ലാവരും പറയുന്നത് കേട്ടു. ബട്ട് ടു ബി ഫ്രാങ്ക്, എനിക്ക് ഇയാളെ മുന്നേ കണ്ട് യാതൊരു പരിചയമില്ല. ഞാൻ അങ്ങനെ മൂവീസൊന്നും അധികം കാണുന്ന വ്യക്തിയല്ല. ഇയാൾക്ക് ജാടയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഹി വാസ് വെരി ജെൻറ്റിൽ. ഞങ്ങളുടെ ഓർഡർ കിട്ടുന്നത് വരെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. അങ്ങനെ ഞങ്ങളുടെ ഓർഡർ ഞങ്ങൾക്ക് കിട്ടി. പിന്നെ പേയ്മെൻ്റ് ഒക്കെ ചെയ്ത് ആദ്യമായിട്ട് ഫുഡ് വാങ്ങി. സോ ഇറ്റ്സ് ടൈം ടു ടേസ്റ്റ്. എനിക്ക് ശരിക്കും വിശന്നിരുന്നു. കയ്യിൽ കിട്ടിയ പാടെ ഞാൻ വേഗം വേഗം തിന്നാൻ തുടങ്ങി. ഞാൻ വലിയ എക്സ്പെക്റ്റേഷൻ വെച്ച് പോയതുകൊണ്ടായിരിക്കാം ഇറ്റ് വാസ് നോർമൽ. നല്ല ടേസ്റ്റ് ഉണ്ടെന്നും എന്നാൽ മോശമാണെന്നും പറയാനും പറ്റില്ല. അങ്ങനെ കരിമ്പൊക്കെ വാങ്ങി ഞങ്ങൾ വീട്ടിലേക്ക് പോയി. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.